ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ ഒരു സ്ഥലത്ത് ഉടലെടുക്കുന്നുണ്ട്. CBCI ആസ്ഥാനത്ത് ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ പരിഹസിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത. അവിടെ മെത്രാന്മാരുടെ ആദരിക്കുന്നു, അവിടെ പുൽക്കൂട് വന്നിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്ന് യോഹന്നോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമെന്നും മെത്രാപ്പൊലീത്ത പരിഹസിച്ചു. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, എന്തായാലും യോഹന്നോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു ഒന്നൊന്നര പണിയായിപ്പോയി. അത് എന്താണ് സംഭവം ജെയ്സൺ? ഗുഡ് മോർണിംഗ്. ഈ ഗാനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ബിഷപ്പുമാരുമായി നടത്തിയ ഒരു ക്രിസ്മസ് ആഘോഷത്തിനെ വിമർശിച്ചും പരിഹസിച്ചുമാണ് ഇപ്പോൾ തൃശൂർ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത യോഹന്നാൻ മാർ മിലിത്തിയോസ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത്, നമ്മൾ ചില സിനിമയിലെ ഡയലോഗുകൾ, അവിടെ പാലുകാച്ചിലൂടെ ആത്മഹത്യ എന്ന് പറയുന്നത് പോലെ അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്നതടക്കമുള്ള അത്ര രൂക്ഷമായ ഒരു വിമർശനം ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊന്നും അത്ര ഒരു വിമർശനം മതമേലധ്യക്ഷന്മാരിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. അതും ക്രിസ്തുമസിന്റെ തലേ ദിവസം അദ്ദേഹം അത്തരമൊരു ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ പറയുന്നത്. ഏതായാലും അത്തരത്തിൽ ഒറ്റപ്പെട്ട വിമർശനങ്ങൾ കൂടി ബിഷപ്പുമാരുടെയും പ്രധാനമന്ത്രിയുടെയും കൂടിക്കാഴ്ചയും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഇടയിലും വരുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയം. അരുൺകുമാർ. ചുരുക്കത്തിൽ ജെയ്സൺ, ഈ കേക്കുമായിട്ട് ക്രിസ്മസ് ഭവനങ്ങളിലും ബിഷപ്പ് ആസ്ഥാനങ്ങളിലും ഒക്കെ പോകാനിട്ടിരുന്ന BJPയുടെ ക്രിസ്മസ് നയതന്ത്രം പാളി ഇല്ലേ? ഈ 2-3 സ്ഥലങ്ങളിലെ അക്രമ വാർത്തകൾ പുറത്തു വന്നതോടെ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന പ്രസിഡന്റ് അത് തങ്ങളല്ല ചെയ്ത് BJPക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ ഇടയിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങളും വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഡൽഹിയിൽ വലിയ കഠിന ശ്രമം പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും ഇത്തരത്തിൽ ചില ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്നത്. പക്ഷേ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഈ വാർത്ത പറയുന്നത്. തൃശ്ശൂരിൽ BJPക്ക് ഒരു MP നൽകിയ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത പറയുന്നത്. ആ മണ്ഡലത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ റോമൻ കാത്തലിക്കിന്റെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്തയാണ് ഇത്തരമൊരു വിമർശനമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു ജെയ്സൺ ചാമോളപ്പിൽ. മിലിത്തിയോസിൻ്റെ ക്രിറ്റിസിസമാണ്. പലയിടങ്ങളിൽ നിന്നും അത്തരം വിമർശനങ്ങൾ വന്നു. ജാക്കോബായ വിഭാഗത്തിൽ നിന്നും ആ പ്രതികരണം വന്നിട്ടുണ്ട്. അവിടെ പുൽക്കൂട് വന്നിക്കുന്നു, ഇവിടെ പുൽക്കൂട് കത്തിക്കുന്നു. ഇതിനെന്തോ മലയാളത്തിൽ വേറൊരു പേര് പറയും എന്നാണ് മെത്രാപ്പൊലീത്ത കുറിച്ചിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടായിരുന്നു? സമാധാനമായിട്ട് ഈ ക്രിസ്മസ് അങ്ങ് കടന്നുപോയേനെ. അവിടെ BJPക്കാർ ആഘോഷിച്ചേനെ. അതിനിടയ്ക്ക് പോയി പണി കൊടുത്താലും ഒന്നൊന്നര പണിയായി പോയി എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹം, കേരളം പോലൊരു സമൂഹത്തിലൊന്നും ഇതൊന്നും അംഗീകരിക്കുന്ന പരിപാടിയല്ല. ഇതിനൊക്കെ ആരാണാവോ ഉപദേശിച്ചു കൊടുക്കുന്നത്? അവരെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ.